ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളും അമ്മായും തങ്കും ഉണ്ടായിരുന്നു. അമ്മാമ്മ വന്നില്ല, അമ്മാമ്മയ്ക്ക് കാലിന് വയ്യ കേട്ടോ, അതുകൊണ്ട് വന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് നടക്കുകയാണ്. ഇനി അമ്പലം ഭയങ്കര പോസിറ്റീവാണ് തോന്നുന്നുണ്ട് ഗൈസ്, കാരണം ആൾക്കാരൊക്കെ അവിടെ പുറത്തിരുന്നിട്ട് കാറ്റ് കൊള്ളുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കാമല്ലോ. എനിക്കും അങ്ങനെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ വീട് അവിടെ അല്ല, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടാ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, എന്നുവെച്ചാൽ ഇടുങ്ങിയ ഫീൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്ന് ഞങ്ങൾ ഇരുന്നും നടന്നൊക്കെ കാണുമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ തിന്നാനുള്ള സ്ഥലത്ത് ഇരിക്കും, നടക്കാനുള്ള സ്ഥലത്ത് നടക്കും. പിന്നെ മറ്റേ ടോയ്സ് കടയിൽ നിന്ന് തങ്കു ഒരു ബൈനാക്കുലർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ നടന്നു ഒരു എൻ്റെ സ്ഥലത്തേക്ക് എത്തി ഗൈസ്. എൻ്റെ സ്ഥലത്തേക്ക് നിങ്ങൾ വിചാരിച്ചു കീ ചെയിനാണെങ്കിൽ അല്ല ഗൈസ്, സ്റ്റിക്കറാണ് ഗൈസ്, സ്റ്റിക്കർ. ഓ, ഞാൻ വിചാരിച്ചത് ഇവിടെ മനസ്സിലായില്ലേ, ഈ കാട്ടക്കമ്പ പൂരത്തിന് മാത്രം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. ബട്ട് ഇവിടെ പോയപ്പോൾ എനിക്ക് സ്റ്റിക്കർ കിട്ടി ഗൈസ്. ഓ, എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്, ഇത്രയും എനിക്ക് സന്തോഷമായി. പിന്നെ എൻ്റെ കണ്ണ് കീച്ചേനും ഉടക്കിയിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ മേടിച്ചില്ല. പിന്നെ ഞാൻ ഈ കഥയൊക്കെ പറയുമ്പോൾ കുറേ സ്റ്റാൾ ഇവിടുന്ന് പോയി, അപ്പം നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കും കേട്ടോ. പിന്നെ അവിടെ ബാഗൊക്കെ ഉണ്ടായിരുന്നു. ബാഗിൻ്റെ അടുത്തൊരു ബാഗിൻ്റെ വില ചോദിച്ചതാട്ടോ, 2200 രൂപ. അവിടെ തന്നെ വെച്ചോ, മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ മിഠായിയൊക്കെ മേടിച്ചിട്ടോ അവിടെ നിന്ന്. പിന്നെ ഇതൊരു ചേട്ടൻ പറഞ്ഞു കൈ വെളുക്കുമെന്ന് പറഞ്ഞു. കൈയല്ല, ഈ ഇത് തേച്ച കൈ ഇത് വെളുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാട്ടാ. ഞങ്ങൾ ഇത് മേടിച്ചില്ല, ഒരു വരിക്കോസിൻ്റെ ഒരു തൈലം ഉണ്ടായിരുന്നു, അത് മേടിച്ചു കിട്ടാ. അത് മാറോ നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാൽ. അപ്പം ഞങ്ങളിപ്പോൾ ട്രയൽ ചെയ്യുന്നുണ്ട് കേട്ടോ, നോക്കട്ടെ. പിന്നെ അവിടെ വീണ്ടും മുട്ടായി ഉണ്ടായിരുന്നു, ഇവിടുന്ന് മേടിച്ചില്ല. മുമ്പ് മേടിച്ചുകൊണ്ട് ഇവിടുന്ന് മേടിച്ചില്ല. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ചീർപ്പ് മേടിച്ചു, 2 ചീർപ്പ് മേടിച്ചു കേട്ടോ. പിന്നെ ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. അങ്ങനെയായിട്ട് പിന്നെ കുറച്ച് ആൾക്കാരായിട്ട് കൂടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ കയറിയപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിട്ട് പിന്നെ ഐസ്ക്രീം കടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ തീറ്റ എന്ന് പറയുന്നത് ഉണ്ടല്ലോ കുറച്ച്. ഞാൻ അവിടെ ഇപ്പോൾ തീറ്റയല്ല കഴിക്കണത്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ലൈം സോഡയും അച്ഛനും ചേട്ടനും അമ്മായും കുടിച്ചു. ഞങ്ങൾ പച്ചവെള്ളം മാത്രം കുടിച്ചു, ഒരു തണുത്ത പച്ചവെള്ളം. അത് രസം ഉണ്ടായിരുന്നിട്ടില്ല, മറ്റേ ലൈം സോഡ അല്ലേ, അത് രസമൊന്നും ഉണ്ടായിരുന്നില്ല. അത് 7up ഒഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോളിഫ്ലവർ കഴിച്ചു കേട്ടോ, കോളിഫ്ലവറും കഴിച്ചു അവിടെ നിന്ന്. പിന്നെ അങ്ങനെ അവിടെ എത്തി. പിന്നെ മെർമേൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, മത്സ്യം കഴിഞ്ഞ് വന്നിട്ട് ഉമ്മയൊക്കെ തരുന്നത്. ഒരിക്കലും കയറുന്നുണ്ടായിരുന്നു, പക്ഷേ അവർ കയറണമെന്ന് വിചാരിച്ചു. നല്ല റേറ്റ് ആയിരുന്നു, ഒരാൾക്ക് 120 രൂപയായതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. പിന്നെ ഞങ്ങൾ ഗെയിമൊക്കെ കളിച്ചിട്ട് അമ്മായി, എന്നിട്ട് അമ്മായിക്ക് ഒരു കോരി കിട്ടി. പിന്നെ പാനിപ്പൂരി കഴിച്ചു. പിന്നെ ചേട്ടനും തങ്കുവും കൂടിയിട്ട് ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു, ഈ ട്രെയിനിലേട്ടാ. പറയാന്ന് എനിക്കറിയില്ല, ട്രെയിന് ഒരു ഡൈനോസറിൻ്റെ പോലെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ, പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ തങ്കു പോവാന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു അങ്കിളുണ്ട്, ജോൺ, അവിടെ നിന്ന് ഐസ്ക്രീം അയച്ചോട്ടെ തങ്കു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ലായിരുന്നു അവിടെ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ചോക്ലേറ്റ് ഇഷ്ടം കേട്ടോ. അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് കഴിഞ്ഞു. അവിടെ ഞങ്ങൾ ആരും മേടിച്ചില്ല, തങ്കു മാത്രം. അമ്മായി ഷുഗർ കട്ട്, അച്ഛനും ചേട്ടനും ചുമ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളതില്ല, എനിക്ക് ഇഷ്ടമുള്ളതില്ല. ദാറ്റ്സ് വൈ ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു 9:45 ആയിട്ടുണ്ടായിരുന്നു. 5:30 ഇറങ്ങിയതാണ്. അതൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ 9:45
അങ്ങോട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ഇപ്പം ഞങ്ങൾ പോണ വഴീൻ്റെ അവിടെ കുറച്ച് ഇത് വരാറുണ്ട് കേട്ടോ, എന്താ പറയുക, ഈ ചാളകളെത്തുന്നുണ്ട്, വരാറുണ്ട്. പിന്നെ അത് വലിയ കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഗൈസ് നാളെയും കൂടിയും കഴിഞ്ഞ് നമ്മുടെ വിഷുവാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പടക്കം മേടിക്കാൻ പോകണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കൂ, വിഷു അടിപൊളിയാക്കട്ടെ വിഷു. അതിനായിട്ട് ഞങ്ങൾ നടന്നു കേട്ടോ. പിന്നെ ഒന്നും അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, പിന്നെ മറ്റേ കംഫോർട്ടും പിന്നെ തലോണക്കവറും കേട്ടോ. കംഫോർട്ട് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പുതപ്പില്ല, നല്ല കട്ടി പുതപ്പ്. ഞങ്ങൾ അത്ര കട്ടി മേടിച്ചില്ല, എന്ന് വെച്ചാൽ ഒരു മീഡിയം കട്ടി, അതാണ് അങ്ങനെ മേടിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ 1200, പിന്നെ ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ 500 രൂപയ്ക്ക് കിട്ടി. ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചു കിട്ടാം. അപ്പോൾ ഈ വാട്ടർഫോൾ നല്ല രസമുണ്ടല്ലേ, എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട് കേട്ടോ വാട്ടർഫോൾ. എന്നാ എനിക്കറിയില്ല, അതവിടെ ഉള്ളതാ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞങ്ങൾ. അങ്ങനെയായിട്ട് ഗൈസ് ഞങ്ങൾ മറ്റേ കംഫോർട്ട് മേടിച്ച ഒരു കവർ ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ മേടിച്ച സാധനങ്ങളൊക്കെ ഇട്ട് അത് പൊട്ടി ഗൈസ്. നല്ല രസമുണ്ട് അല്ല പൊട്ടിയത്. പിന്നെ എന്താ ഞാൻ പറയാൻ മറക്കാണ്, അമ്മായിയും അച്ഛനും മുളക് ബജ്ജി മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം അമ്മായി പറയാ, എരിഞ്ഞിട്ട് പോയി മധുരം എരിവാന്നാ പറഞ്ഞത് കേട്ടാ. ഞങ്ങൾ കാറിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. കുറച്ച് ദൂരത്തിലാണ്, ഒരു ഇത്തിരി ദൂരത്തിൽ ഞങ്ങൾ ഇട്ടുണ്ടായിരുന്നു കാറ്. പിന്നെ എനിക്ക് ഫോൺ കവർ മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫോണൊക്കെ കാറിൽ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ, എടുക്കാനുള്ള മടി കൊണ്ട്. പിന്നെ അമ്മായിക്കൊരു മഞ്ഞ അടിച്ചു വരിയായിട്ടാണ് കിട്ടിയത്. ഞങ്ങൾ ഫോട്ടോ എടുത്ത് ആകെ കൊളയുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അതിനായിട്ട്